ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ എത്ര വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചാടിയാലും താഴോട്ടേക്ക് മാത്രമേ വീഴുകയുള്ളൂ. നിങ്ങൾ സൂപ്പർമാനെ പോലെ മുകളിലോട്ട് പോകില്ല. കാരണം ഇതാണ് ഗ്രാവിറ്റിയുടെ ലോ. ഗ്രാവിറ്റിയുടെ ലോ എന്നാൽ യൂണിവേഴ്സൽ. ഇതുപോലെ നിറയെ ലോസ് ഈ യൂണിവേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ സ്കൂൾ ലൈഫ് മുതൽ പഠിച്ചു വരുന്ന ലോസ് എല്ലാം തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ലോകത്തിലുള്ള ചില ലോസ് എല്ലാവരും തന്നെ വിശ്വസിക്കുന്നില്ല. ചിലരത് നുണയെന്ന് പറയുന്നു, ചിലരത് വിശ്വസിക്കുന്നുമുണ്ട്. ഈ ലോവിന് പുറകിൽ നിറയെ കോൺട്രവേഴ്സി, സീക്രട്സ് ഒക്കെ ഉണ്ട്. അതാണ് ദി ലോ ഓഫ് അട്രാക്ഷൻ. 10,000-കണക്കിന് വർഷങ്ങൾ മുമ്പ് നിറയെ ആളുകൾ ഈ ലോ വളരെ സീക്രട്ടായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. 20th സെഞ്ച്വറിക്ക് ശേഷമാണ് ഈ ലോ വളരെ കൂടുതൽ പ്രചാരത്തിൽ വരുന്നത്. ശേഷം 2006-ൽ ഈ ഒരു വീഡിയോ റിലീസായി. ഈ ലോ വളരെയധികം പോപ്പുലറായി മാറി. ഈ വീഡിയോൻ്റെ പേരാണ് ദി സീക്രട്ട്. അതിനുശേഷം അടുത്ത വർഷം തന്നെ ഈ ലോവിനെ പറ്റി ഒരു ബുക്കും എഴുതി. ആ ബുക്കിൻ്റെ പേരും ദ സീക്രട്ട് എന്നാണ്. നമ്മളിന്ന് ആ ബുക്കിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. സോ വെൽക്കം ടു മൈ ചാനൽ ദി പോസിറ്റീവ് പാത്ത് ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ. ഈ ലോകത്ത് വളരെയധികം സക്സസ്ഫുള്ളായി മാറിയവരൊക്കെ തന്നെ ഈ ലോ ഓഫ് അട്രാക്ഷൻ അറിഞ്ഞോ അറിയാതെയോ തീർച്ചയായും യൂസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ദി ലോ ഓഫ് ഗ്രാവിറ്റിയെ പോലെ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്നോ, അതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ കാരണം റിലേറ്റിവിറ്റി ആൻഡ് അച്ചീവ്മെൻറ്റ്സ് എല്ലാം റിലേറ്റീവ് ആവുന്നത്. ഈ ലോ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ വെൽത്തും ഹെൽത്തും ഒക്കെ തന്നെ അധികമാക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ഫാമിലിയെ നമുക്ക് എത്ര സന്തോഷമാക്കി വെക്കാൻ പറ്റുമോ അത്രയും സന്തോഷമാക്കി വെക്കാനും പറ്റും. ഈ ലോകത്തിലുള്ള ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ, അതായത് ന്യൂട്ടൺ, എഡിസൺ, ഇങ്ങനെയുള്ള ആളുകൾ ലോ ഓഫ് അട്രാക്ഷൻ വിശ്വസിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ്റെ ഹെൽപ്പ് കാരണമാണ് അവർ ഇത്രയുമൊക്കെ പോപ്പുലർ ആയതും. ഇതുപോലെ നിങ്ങളുടെ ലൈഫും ഇംപ്രൂവ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ എന്നാൽ എന്താണെന്ന് മനസ്സിലാക്കണം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ മൈൻഡിൽ എങ്ങനെ ചിന്തിക്കുന്നോ അതുപോലെയാണ് നമ്മുടെ റിയാലിറ്റിയിൽ നടക്കുക. അതായത് നമ്മൾ പോസിറ്റീവായി നല്ല വിഷയങ്ങൾ വിചാരിച്ചാൽ നമുക്ക് അത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ അട്രാക്റ്റ് ചെയ്യും, ഒരു മാഗ്നറ്റ് പോലെ. ഇതുപോലെ നമ്മൾ വിചാരിക്കുന്നതൊക്കെ നമുക്ക് നടക്കും. ഇതുപോലെ നമുക്ക് നല്ല ഒന്നും നടക്കൂലെന്ന് നെഗറ്റീവായി ചിന്തിച്ചാൽ നമ്മൾ ആ നെഗറ്റിവിറ്റിയാണ് അട്രാക്റ്റ് ചെയ്യുക. ഇതുകൊണ്ട് നമുക്ക് മോശമായ അവസ്ഥയാണ് വരിക. ഞാൻ എന്നും ഇങ്ങനെയാണ്, വിചാരിച്ചൊന്നും നടക്കൂല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. നിങ്ങൾ നന്നായി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നടക്കുന്നത്, അതൊക്കെ നിങ്ങളുടെ തോട്ട്സിൽ, അതായത് നിങ്ങൾ വിചാരിക്കുന്നതാണ് നടക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? പോസിറ്റീവ് ചിന്തകൾ നല്ല വിഷയങ്ങളെ അട്രാക്റ്റ് ചെയ്യും, നെഗറ്റീവ് ചിന്തകൾ മോശമായ വിഷയങ്ങളെ അട്രാക്റ്റ് ചെയ്യും. ഇതാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ. ഇപ്പം നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എന്നാൽ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി അത് എങ്ങനെ നടക്കുമെന്ന് മനസ്സിലാക്കാം. ഈ ലോകത്ത് എല്ലാ വിഷയത്തിനും ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. എക്സാമ്പിൾ, ബുള്ളറ്റിന് ഒരു ഫ്രീക്വൻസി ഉണ്ടാവും, ഡ്യൂക്കിന് ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. ഇത് നമുക്ക് ഫീൽ ചെയ്യാനും പറ്റും. ലോകത്തിലെ എല്ലാ വസ്തുവിനും ഒരു ഫ്രീക്വൻസി ഉണ്ടാകും. ഇതേപോലെ നമ്മുടെ ബ്രെയിനിൽ വരുന്ന തോട്ട്സിന് ഒരു ഫ്രീക്വൻസി ഉണ്ട്. നെഗറ്റീവ് തോട്ട്സിന് ഒരു ഫ്രീക്വൻസി ഉണ്ടാകും, പോസിറ്റീവ് തോട്ട്സിന് ഒരു ഫ്രീക്വൻസി ഉണ്ടാകും. ഇപ്പം നമ്മൾ നമ്മുടെ ബ്രെയിനിനെ ഒരു ടെലിഫോൺ ടവറായി ഇമാജിൻ ചെയ്യുക. അത് ഫ്രീക്വൻസി എമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ എമിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി ഒക്കെ ഈ ലോകത്ത് പരക്കുന്നു. നിങ്ങളുടെ ഫ്രീക്വൻസി യോജിച്ച പോലെ ഒരു വസ്തു കിട്ടിയാൽ അത് നമുക്ക് അട്രാക്റ്റ് ചെയ്യും. ഇതുപോലെ അട്രാക്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ലൈഫിൽ കൂടുതൽ വസ്തുക്കൾ ഫോം ആകുന്നു. നിങ്ങളിപ്പം നിങ്ങളുടെ വീടിന് ചുറ്റുമൊന്ന് നോക്കുക. ഏതെങ്കിലും ഒരു വസ്തു എടുത്ത് നോക്കൂ. നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും ഒരാൾ ആ വസ്തു ഇമാജിൻ ചെയ്തിട്ടുണ്ടാകും. ആ ഫ്രീക്വൻസി മാച്ച് നടന്നതുകൊണ്ടാണ് ആ വസ്തു നിങ്ങളുടെ വീട്ടിലുള്ളത്. എന്തുകൊണ്ടാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് വർക്കാവുന്നില്ല? പ്രോബ്ലം എന്താണെന്നാൽ അവർക്ക് എന്താണോ വേണ്ടത് അതിനെപ്പറ്റി ആലോചിക്കാതെ അവർക്ക് എന്താണോ വേണ്ടാത്തത് അതിനെപ്പറ്റി നന്നായിട്ട് ആലോചിക്കുന്നു. ഇതുകൊണ്ട് സംഭവിക്കുന്നത്, അവർക്ക് എന്താണോ വേണ്ടാത്തത് അത് അവരെ അട്രാക്റ്റ് ചെയ്യുന്നു. കാരണം എന്തിനെപ്പറ്റിയാണോ നിങ്ങൾ കൂടുതലായി ചിന്തിക്കുന്നത് അതാണ് നിങ്ങളുടെ ലൈഫിൽ അട്രാക്റ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ തരാം. നിങ്ങൾ പണക്കാരൻ ആകണമെന്ന് വിചാരിച്ചാൽ വലുതായി ഡ്രീം ചെയ്യുക, പോസിറ്റീവായി തിങ്ക് ചെയ്യുക. നിങ്ങൾ എങ്ങനെ സമ്പാദിക്കാൻ പോകുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീടൊക്കെ എങ്ങനെ വാങ്ങാൻ പോകുന്നു എന്നൊക്കെ തിങ്ക് ചെയ്യുക. അല്ലാതെ പണമില്ലെങ്കിൽ ഞാൻ എന്താകും, ഞാൻ പിച്ചക്കാരനാകുമോ, അങ്ങനെയൊക്കെ ആലോചിച്ചാൽ അവസാനം അതാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. അവസാനം നിങ്ങൾ പണമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറും. മറ്റൊരു എക്സാമ്പിൾ തരാൻ നോക്കൂ. ഒരാൾക്ക് ഇപ്പം അടുത്ത ദിവസം രാവിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ട്. അതിന് വളരെ വേഗം അദ്ദേഹത്തിന് പോകണമെന്ന് വിചാരിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ തോട്ട്സ് എങ്ങനെ ഉണ്ട് എന്ന് നോക്കൂ. അദ്ദേഹം വേഗം പോകാൻ എന്തു ചെയ്യണമെന്ന് വിചാരിക്കാതെ എന്തായാലും നാളെ രാവിലെ ഞാൻ വൈകി പോകരുതെന്ന് വിചാരിക്കും. ഇതുകൊണ്ട് എന്താകുമെന്ന് നോക്കൂ. അദ്ദേഹം അന്ന് രാത്രി വേഗം പോയി കിടന്നുറങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു.
എന്നാൽ ആ ദിവസം അദ്ദേഹത്തിന് ഉറക്കം തന്നെ വരുന്നില്ല. പിന്നീട് രാവിലെ അലാറം അടിക്കുന്നില്ല, ലേറ്റായി പോകുന്ന വഴിക്കാണെങ്കിൽ എന്നത്തെയും പോലെ അല്ലാത്ത ഭയങ്കര ട്രാഫിക്. ഇതുകൊണ്ട് അദ്ദേഹം വളരെ ലേറ്റായിട്ടാണ് പോയത്. ഇതാണ് നിറയെ ആളുകളുടെ പ്രോബ്ലം എന്നത്. അവർ എപ്പോഴും നെഗറ്റീവാണ് ആലോചിക്കുന്നത്. അവർ പണക്കാരൻ ആയിരിക്കണമെന്ന് ആലോചിക്കുന്നതിനേക്കാളും ഞാനൊരു ലോ ക്ലാസ് ആയിരിക്കരുത് എന്ന് വിചാരിക്കുന്നു. ഞാൻ നല്ല ഹെൽത്തിയായി സ്ട്രോങ് ആയി ഇരിക്കുന്നതിനേക്കാളും അവർ വിചാരിക്കുക ഞാനൊരു ലോ ഹെൽത്ത് ആയിട്ടുള്ള ആളാവരുതെന്നാണ്. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അവരുടെ പേടിയെല്ലാം സത്യമായി മാറുന്നു. ഇതുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ വർക്കാകണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യം അത് മാത്രം നിങ്ങൾ നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് ഒന്നും തന്നെ നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാതിരിക്കുക. ഇനി ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്യണമെന്നാൽ അതിന് 3 സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷനിലൂടെ സക്സസ്ഫുള്ളായി മാറാൻ പറ്റും. സ്റ്റെപ്പ് നമ്പർ 1, ആസ്ക് വാട്ട് യു വാണ്ട്. നിങ്ങൾക്ക് എന്ത് വിഷയവും കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ അത് ചോദിക്കണം. നിങ്ങൾക്ക് എക്സാക്റ്റായി എന്ത് വേണമെന്ന് ഡിസൈഡ് ചെയ്യുക. നിങ്ങളുടെ ലൈഫ് ഗോൾസിൽ നിങ്ങൾ ക്ലിയറായും സ്പെസിഫിക്കായും ഇരിക്കുക. ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ഒരു ലിമിറ്റ്സും നിങ്ങൾ സെറ്റ് ചെയ്യരുത്. നിങ്ങളുടെ മൈൻഡിന് എന്ത് തോന്നുന്നോ അതൊക്കെ തന്നെ ചിന്തിക്കുക. എക്സാമ്പിൾ, എനിക്ക് വലിയ വീട് വേണം, ലംബോർഗിനി കാറ് വേണം, റോൾസ് റോയ്സ് കാറ് വേണം, ഇങ്ങനെയൊക്കെ വിശാലമായി നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഇങ്ങനെ ഇമാജിൻ ചെയ്തതിനു ശേഷം അതിനെപ്പറ്റി എത്രയൊക്കെ ചിന്തകളിൽ കൊണ്ടുവരാൻ പറ്റുമോ അത്രയും അധികം നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്ത് ചിന്തിക്കുക. നിങ്ങൾ ഉറങ്ങാൻ നേരത്തും അതുപോലെ എണീക്കാൻ നേരത്തും ഇങ്ങനെ ചിന്തിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. സ്റ്റെപ്പ് നമ്പർ 2, ബിലീവ് ദാറ്റ് യു വിൽ അച്ചീവ് ഇറ്റ്. നിങ്ങൾ എന്തൊക്കെ വേണമെന്ന് ചിന്തിച്ചോ ഇമാജിൻ ചെയ്തോ അതൊക്കെ കിട്ടുമെന്ന് 100% നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ക്യാപ്പബിലിറ്റീസിനെ നിങ്ങൾ തന്നെ ഡൗട്ട് അടിക്കരുത്. നിങ്ങൾ എന്ത് വിചാരിച്ചാലും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ, നിങ്ങൾ ഏതെങ്കിലും ഒരു വസ്തു ഓർഡർ ചെയ്താൽ അത് ഡെലിവർ ആകുന്നു. അതുപോലെ സ്റ്റെപ്പ് നമ്പർ 1 നിങ്ങൾ എന്തൊക്കെ വേണമെന്ന് ചിന്തിച്ചോ അത് നിങ്ങൾ ഓർഡർ ചെയ്തെന്ന് വിചാരിക്കുക. അത് എന്തായാലും നിങ്ങൾക്ക് ഡെലിവറി ആകുമെന്നും ബിലീവ് ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 3, റിസീവ് വാട്ട് യു ബിലീവ്ഡ്. ഫസ്റ്റ് 2 സ്റ്റെപ്സും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അച്ചീവ് ചെയ്യണം എന്ന് വിചാരിച്ചതൊക്കെ നിങ്ങൾ ഓൾറെഡി അച്ചീവ് ചെയ്തു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് വേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് ഫീൽ ചെയ്ത് നോക്കൂ. നിങ്ങൾ ചിന്തിച്ച ഡ്രീം ഹോം എല്ലാം നിങ്ങൾക്ക് ലഭിച്ചു, അതിലൂടെ നിങ്ങൾ റിലാക്സ് ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഇതാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ 3 സ്റ്റെപ്സ് പ്രൊസീജിയർ. ഇനി ഈ 3 സ്റ്റെപ്സ് പ്രൊസീജിയേഴ്സിനേക്കാളും ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നത് ഇതൊക്കെ തന്നെ നടക്കണമെങ്കിൽ ഇതിനൊക്കെ വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യണം. നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇമാജിൻ ചെയ്യുമ്പോൾ ആ ഫ്രീക്വൻസി മാച്ചിലൂടെ നിങ്ങൾക്ക് അനവധി ഓപ്പർച്യൂണിറ്റീസ് വരും. അങ്ങനെ ഓപ്പർച്യൂണിറ്റി ലഭിക്കുമ്പോൾ ആ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ തീർച്ചയായും ആക്ഷൻസ് എടുക്കണം. ഞാൻ പറയുന്ന ഈ കാര്യം നന്നായി നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. നോ ആക്ഷൻസ് ഈക്വൽ ടു നോ റിസൾട്ട്. ഞാൻ ഒന്നും ചെയ്യാതെ തന്നെ ചുമ്മാ ഇരുന്ന് ഇമാജിൻ ചെയ്ത് അതൊക്കെ അച്ചീവ് ചെയ്യുമെന്ന് വിചാരിച്ചാൽ അത് ഇമ്പോസിബിൾ ആണ്. ലോ ഓഫ് അട്രാക്ഷനെ നിറയെ സക്സസ്ഫുൾ പീപ്പിൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നിറയെ ഫേമസ് ആയിട്ടുള്ളവർക്ക് തന്നെ ലോ ഓഫ് അട്രാക്ഷൻസ് ഫോളോ ചെയ്യുന്നുമുണ്ട്. ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ കാര്യത്തിൽ ഇപ്പോഴും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു വിഷയം ക്ലിയറായി വെച്ചോളൂ. നിങ്ങളുടെ ബ്രെയിനിൽ പോസിറ്റീവ് തോട്ട്സ് കൊണ്ടുവരുന്നത്, നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നത്, സക്സസ്ഫുള്ളായി ഫീൽ ചെയ്യുന്നതൊക്കെ തന്നെ നിങ്ങൾക്ക് നല്ലതായിട്ടാണ് കൊണ്ടുവരിക. സോ ലോ ഓഫ് അട്രാക്ഷൻസ് എന്നത് നിങ്ങൾക്ക് 100% ബിലീവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഈ വിഷയങ്ങളൊക്കെ ദ സീക്രട്ട് എന്ന ബുക്കിൽ നിന്നും വായിച്ച വിഷയങ്ങളാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ചാനലിലെ ന്യൂ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അവസാനമായി താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.